പാഠം 394. ജയിച്ചവരും തോറ്റവരും. ഈശ്വര, ഇന്ന് വോട്ടെണ്ണുകയാണ്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ ജയിച്ചാലേ ജനാധിപത്യത്തിന്റെ ഭാവിയുള്ളൂ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. നാടിന് ഗുണം ചെയ്യുന്ന ഏറ്റവും യോഗ്യനായ ആൾക്കാണ് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ തന്നെ വിജയിപ്പിക്കണമേ ഈശ്വര. ആ, ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ. എന്തായിരുന്നു സംഭവം? കളക്ടർക്കോ തഹസിൽദാർക്കോ വല്ല റിപ്പോർട്ട്? ഇത് അതിനേക്കാൾ വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് പ്രാർത്ഥിച്ചത്. അതെന്താണോ ഇത്ര വലിയ സംഭവം? ഭാമേ, രാവിലെ വോട്ടെണ്ണൽ തുടങ്ങി. എന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അതെന്തായാലും കൊള്ളാം. ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നത് പൊതുജനങ്ങളാണ് എന്നാണ്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതും ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന്. ഭാമേ, വോട്ട് ചെയ്തത് ജനങ്ങളായിരിക്കും, പക്ഷേ അതിനേക്കാൾ വലുതല്ലേ ദൈവം? മോഹനേട്ടാ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ദൈവം. അവർ കഴിഞ്ഞ 1 മാസം മുന്നേ അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞു. ചുരുക്കത്തിൽ വോട്ട് പെട്ടിയിലായ സ്ഥിതിക്ക് ഇനി ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പെട്ടിയിലായ വോട്ടിൽ വല്ല തിരുമറി നടത്താന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവമാണെന്ന് പോലും വിചാരിക്കാതെ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തു കളയും. നീ ഇങ്ങനെ ദൈവമെന്ന് പറയുന്നതിന്റെ പേരിൽ നിന്റെ സ്ഥാനാർത്ഥി തോറ്റിരിക്കും. കഷ്ടമാണ് മോഹനേട്ടാ. 82 കോടി വോട്ടർമാരുള്ളൊരു രാജ്യം, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വൃത്തിയായി വോട്ടെടുപ്പ് നടന്നേ. ഇനി ഇരുന്നെണ്ണി തിട്ടപ്പെടുത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അവരെണ്ണട്ടെ, കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കട്ടെ. ഇത്തരം കാര്യങ്ങളിലേക്ക് വെറുതെ പാവം ദൈവത്തെ വലിച്ചടിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവം വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്നാണോ? എന്നല്ല, പക്ഷേ എന്റെ അറിവിൽ ഈ ദൈവത്തിന് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. അതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യല്ലേ. മോഹനേട്ടന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ മോഹനേട്ടൻ പ്രാർത്ഥിച്ചതുപോലെ മറ്റ് സ്ഥാനാർത്ഥികൾ ജയിക്കാൻ അവരുടെ ആളുകൾ രാവിലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പൊ ദൈവം ആരുടെ പ്രാർത്ഥനയാകും? അത് മാത്രമല്ല, ഇതൊക്കെ തീരുമാനിക്കുന്ന ദൈവമാണെങ്കിൽ 10,000 കോടി രൂപ ചെലവാക്കി ഈ ഇലക്ഷൻ നടത്തേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഭാമേ, വില്ലേജർക്കായിരിക്കും. ചെല്ലേ, പോയി എടുക്ക്. ഹലോ, ശിശുപാല, എന്താ കാര്യം? ലീവോ? എന്തിനായും? വോട്ടെണ്ണുന്നത് ശിശുപാലനല്ലോ, പിന്നെന്തിനാണ് ശിശുപാലൻ ലീവ്? നടക്കില്ല. അയ്യോ, ശിശുപാലൻ ചേട്ടനുണ്ടായിരുന്നോ യുദ്ധം? എന്തു പറ്റി? വോട്ടെണ്ണൽ പ്രമാണിച്ച് ശിശുപാലന് ലീവ് വേണോന്ന്. അത് എവിടുത്തെ ന്യായം? വീട്ടിലിരുന്ന് വോട്ടെണ്ണൽ വിവരം TV കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. വില്ലേജ് ഓഫീസർക്ക് വീട് TV ഇല്ലാത്തതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവുന്നില്ല. അതുപോലെയല്ല മറ്റുള്ള ആളുകള്. പക്ഷെ അത് ശരിയല്ലല്ലോ. വോട്ടെണ്ണൽ നടക്കുന്നതിന്റെ പേരിൽ പൊതുവേ ജീവനക്കാർ കുറവാ. ബാക്കിയുള്ളവർ ലീവും കൂടി എടുത്താൽ നാട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. മോഹനേട്ടനോട് മോഹനേട്ടന്റെ കീഴുദ്യോഗസ്ഥൻ ഒരു ദിവസത്തെ ലീവ് ചോദിച്ചു. കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് മോഹനേട്ടന്റെ മാത്രം പ്രശ്നമാണ്. ഞാൻ എന്തായാലും ലീവല്ല. കാരണം ലീവ് എടുത്ത് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആഫീസിൽ പോയിരുന്ന് അവിടുത്തെ TV കാണും. എന്തായാലും ഇത്തവണ എന്റെ സ്ഥാനാർത്ഥി ജയിക്കൂലോ. അത് മോഹനേട്ടന് ഉച്ചയോടെ അറിയാം. ഞാൻ വോട്ട് ചെയ്ത ആളാണല്ലോ ജയിക്കാൻ പോകുന്നത്. അത് നല്ല ന്യായം. ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്റെ സ്ഥാനാർത്ഥി. നിന്നെ പോലുള്ള വക്കീലന്മാർ അങ്ങനെ പറയും. മോഹനേട്ടാ, ഞാൻ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് മോഹനേട്ടൻ അറിയേണ്ട കാര്യമില്ല. കാര്യമുണ്ട്. എന്തിന്? ഇല്ലെങ്കിൽ ആര് ജയിച്ചാലും അവർ വോട്ട് ചെയ്ത് നീ പറയും. ഞാനങ്ങനെ പറയില്ല. ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയെ ജയിക്കുമല്ലോ. നീ വോട്ട് ചെയ്തു എന്നൊരൊറ്റ കാരണത്താൽ അങ്ങേര് തോറ്റ് പണ്ടാറടങ്ങി പോകും. അത് നമുക്ക് കാണാലോ. അങ്ങനെ പറഞ്ഞ പോരാ. നീ വോട്ട് ചെയ്ത് ആർക്കാണെന്ന് ഇപ്പൊ പറയണം. ശരി, ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേര് ഒരു കടലാസ് എഴുതി വെക്കാം. മോഹനേട്ടന്റെ സ്ഥാനാർത്ഥിയുടെ പേര് മോഹനേട്ടൻ എഴുത്. റിസൾട്ട് വന്നു കഴിയുമ്പോ പേപ്പർ നമുക്ക് തുറന്നു നോക്കാം. ജയിച്ച ആള് തോറ്റ ആൾക്ക് ഒരു ബിരിയാണി വാങ്ങി കൊടുക്കണം. നിനക്ക് ഈ ബിരിയാണിയിൽ ആരെങ്കിലും കൈവിഷം തന്നോടി? എനിക്ക് ബിരിയാണി. മോഹനേട്ടന് വേണ്ടത് എന്താന്ന് മോഹനേട്ടൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് വേണ്ടത് അപ്പൊ പറയാം. ഓക്കെ, മതി.
എന്തായാലും ഭക്ഷണത്തിന്റെ കാര്യമാകുമ്പോ മോഹനേട്ടൻ അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാൻ സാധ്യതയില്ലല്ലോ. ഏറി വന്നാൽ ഒരു ഉഴുന്നുവട അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം. അതില് വലിയ മോഹങ്ങളൊന്നും വില്ലേജ് ഓഫീസർക്ക് ഇല്ലല്ലോ. ഒരു മിനിറ്റ്. മോഹനേട്ടൻ എഴുതും. ഓ എന്ത്? അയ്യടാ, ഇപ്പൊ ഞാനത് വന്നിട്ട് മോഹനോട് തുറന്നു നോക്കില്ലേ? അലമാര വെച്ച് പൂട്ടാ. ഞാൻ പോയി കഴിയുമ്പോ നീ തുറന്നു നോക്കും. ഇല്ല, നിന്നെ ഞാൻ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല. ശരി, മോഹനേട്ടനെ പെട്ടി വെച്ച് പൂട്ടി, മോഹനേട്ടൻ ആ താക്കോല് കൈവച്ചു. പക്ഷെ പെട്ടി അലമാര വെച്ച് പൂട്ടി, ആ താക്കോല് ഞാൻ കൈവയ്ക്കും. ബാലറ്റ് പോലെ ഇത്ര സൂക്ഷിച്ചിരിക്കാറില്ല. ആള് മോഹനേട്ടനായതുകൊണ്ട് അതേ നടക്കുള്ളൂ. ശരി. നമസ്കാരം മോനേഷ സാറേ. വോട്ടെണ്ണലായിട്ട് സാറത് എങ്ങോട്ടാ? എന്റെ ജോലി വോട്ടെണ്ണലല്ലോ, അതിന് വേറെ ആളുകളുണ്ട്. എന്റെ അയൽപക്കത്തുള്ള ഒരൊറ്റ സർക്കാർ ഓഫീസർമാരും ആഫീസിൽ പോയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ അല്ല കെ മോഹനേഷ്. ഓ, അതുകൊട്ടെ, വോട്ടെണ്ണലായിട്ട് തോമസ് ഊട്ടി എങ്ങോട്ടാണ്? വോട്ടെണ്ണ പോവാണോ? വലിയ അബദ്ധമായി പോയി സാറേ. വോട്ടെണ്ണല് പ്രമാണിച്ച് മദ്യവിൽപ്പന നിരോധിച്ചു കളഞ്ഞില്ലേ? ഞാനത് ഓർത്തുമില്ല. രാവിലെ അന്വേഷിച്ചപ്പോഴാ ഒരു തുള്ളി കള്ള് കിട്ടാനില്ല എന്നറിഞ്ഞത്. ഒരു ദിവസം കള്ളു കുടിക്കാതിരിക്കാൻ വയ്യല്ലേ തോമസ് ഊട്ടിക്ക്? തോമസ് ഊട്ടി, ഈ തെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് കള്ളു കുടിച്ചല്ല ആഘോഷിക്കേണ്ടത്. സാറേ, TV ലീഡ് പറയുമ്പോ രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുന്നത് ഒരു വലിയ രസമാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുമ്പോ ആഘോഷിക്കാം, എതിർ സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുമ്പോ തന്തയ്ക്ക് വിളിക്കാം. അതൊക്കെ ഒരു രസമാണ് സാറേ. തോമസ് കുട്ടി അങ്ങനെ വിട്ടുകൊടുക്കില്ല. എവിടുന്നെങ്കിലും ഒരു കുപ്പി ഞാൻ സംഘടിപ്പിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാറ്റി കുടിക്കും. കഷ്ടം. ഇത്ര ഉത്തരവാദിത്വമില്ലാത്ത പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് നാട്ടിൽ ജനാധിപത്യം നടത്തുന്നത്. ജനാധിപത്യത്തിന്റെ ഭാവി മോശമാണ്. വോട്ടെണ്ണലെന്നും പറഞ്ഞ ശിശുപാലൻ ചേട്ടൻ ലീവ് എടുത്തിരിക്കുന്നു. അങ്ങേർക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? അങ്ങേര് മാത്രോ? പ്രഹ്ലാദൻ ചേട്ടൻ രാവിലെ എഴുന്നേറ്റത് മുതൽ ടിവിയുടെ മുന്നിലാ. ഇന്ന് ആഫീസിൽ പോകുന്നില്ലെന്നാ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്കിതിലൊന്നും താല്പര്യമില്ല. അന്ന് വോട്ട് ചെയ്ത് എന്നെ മോഹനേഷ് സാറിനെ പേടിച്ചിട്ടാ. ഇനിയിപ്പോ കൈവിരലിൽ മഷി കാണാത്തതിന്റെ പേരിൽ എന്റെ മെക്കിട്ട് കയറണ്ടാന്ന് കരുതി. ഇനിയിപ്പോ മോഹനേഷ് സാറിന് ആവേശം കയറി ഇന്ന് വീട്ടിലിരുന്ന് കളയോന്തോ. ഹോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ ഇരിക്കാലോ. മോഹനേഷ് സാർ ലീവ് എടുക്കാനോ? ഇനിയിപ്പോ അങ്ങേര് സ്ഥാനാർത്ഥിയാണെങ്കിലും ഇന്നത്തെ ദിവസം ലീവ് എടുക്കൂല. വോട്ട് ബാക്കിയുള്ളവർ എണ്ണിക്കോട്ടെ, എനിക്ക് വില്ലേജ് ഓഫീസിൽ ജോലി ഉണ്ടെന്ന് പറയും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മോഹനേഷ് സാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടികൾ ക്യൂ നിന്നേനെ. ഹോ, ഇത്രയും മാന്യനായ ഒരാളെ നാട്ടിൽ വേറെ കിട്ടാനുണ്ടോ? കാഞ്ചനെ, കാഞ്ചന പറഞ്ഞത് ഞാൻ കേട്ടു. അത് എന്നെ അഭിനന്ദിച്ച് പറഞ്ഞതല്ല എന്നെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. മോഹനകൃഷ്ണൻ ഒരു മാന്യനാണ് എന്നുള്ളതിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഞാൻ കളിയാക്കി പറഞ്ഞതല്ല സർ. സാർ കൈക്കൂലി വാങ്ങില്ല, നിയമം വിട്ടൊന്നും ചെയ്യില്ല, കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല, അന്യ സ്ത്രീകളോടൊന്നും അനാവശ്യമായി സംസാരിക്കാനും പോവില്ല. ഇങ്ങനത്തെ ഒരാളെയല്ലേ സാർ സ്ഥാനാർത്ഥിയാക്കേണ്ടത്? കാഞ്ചന ഒരു മഹത്വചനം കേട്ടിട്ടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പിലും ഏറ്റവും യോഗ്യനായ ആൾ തെരഞ്ഞെടുക്കപ്പെടില്ല. കാരണം അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതേയില്ല എന്ന്. അതാണ് കാഞ്ഞന സാറും പറയുന്നത്. ഈ നാട്ടിലെ ഏറ്റവും യോഗ്യനായ ആള് സാറാണ്. സാറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലല്ലോ. വോട്ടെണ്ണി തുടങ്ങിയല്ലോ, അതിനെപ്പറ്റി വല്ലതും അറിഞ്ഞോ?
ഞങ്ങൾ അന്വേഷിച്ചില്ല സാർ. ആരെങ്കിലും ജയിക്കട്ടെ. ആര് ജയിച്ചാൽ നമുക്കെന്താ? നിങ്ങൾ പറഞ്ഞത് വിവരക്കേട്. ആര് ജയിച്ചാലും പ്രശ്നമില്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാ. ആരാ ജയിക്കേണ്ടത് തീരുമാനിക്കുന്നതിനാണ് പൗരന്മാർക്ക് വോട്ടവകാശം നൽകിയിരിക്കുന്നത്. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തെ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളെ അങ്ങ് വിട്ടേക്ക്. സ്വയംപ്രഭേ, പൗരൻ അവനവന്റെ രാഷ്ട്രീയത്തിലൂടെ സ്വന്തം ഭാവി നിർണയിക്കുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോ അത് ഓർക്കുന്നത് നല്ലതാണ്. മോഹനേഷ് സാർ ഇതൊക്കെ പറയും. നമുക്ക് വേറെ പണിയില്ലേ? സത്യം പറഞ്ഞ പ്രഹ്ലാദൻ ചേട്ടാ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്തു, അത്ര തന്നെ. ജനാധിപത്യ ബോധമില്ലാത്ത വിഡ്ഢികൾ. ഇവരോടൊക്കെ സംസാരിച്ച് എന്നെ വേണം തല്ലാൻ. വോട്ടെണ്ണൽ തുടങ്ങി കാണുമല്ലോ. എന്തായി കാണും അവസ്ഥ? സഹദേവാ, ഞാനാ മോഹനേശൻ. എവിടെയാ? ലീഡിന്റെ കാര്യമല്ലോ അറിഞ്ഞോ? അതെങ്ങനെ സംഭവിച്ചു? തോറ്റങ്ങനെ പോ സഹദേവാ. അല്ല, അതുകൊണ്ടല്ല. തോറ്റുപോയ പിന്നെ വീട്ടിലേക്ക് പോയിരിക്കുന്ന നല്ലത്. എന്തെങ്കിലും വേറിട്ട് വിളിക്കണേ. ഈശ്വര, ഞാൻ രാവിലെ പ്രാർത്ഥിച്ച് മുഴുവൻ വെറുതെ. തോറ്റുപോയ ഭാമയുടെ സ്വഭാവം മാറുന്നു. നീ വോട്ട് ചെയ്ത് ആർക്കാണെന്ന് ഇപ്പൊ പറയണം. ശരി, ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേര് ഒരു കടലാസ് എഴുതി വെക്കാം. മോഹനേട്ടന്റെ സ്ഥാനാർത്ഥിയുടെ പേര് മോഹനേട്ടൻ എഴുത്. റിസൾട്ട് വന്നു കഴിയുമ്പോ പേപ്പർ നമുക്ക് തുറന്നു നോക്കാം. ജയിച്ച ആള് തോറ്റയാൾക്ക് ഒരു ബിരിയാണി വാങ്ങി കൊടുക്കണം. നിനക്ക് ഈ ബിരിയാണിയിൽ ആരെങ്കിലും കൈവശം തന്നോടി? എങ്കിൽ എനിക്ക് ബിരിയാണി. മോഹനേട്ടന് വേണ്ടതെന്നാണ് മോഹനേട്ടൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. വെറുതെ വാശി പിടിക്കണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? തോൽക്കില്ല. അവർക്കല്ലോ കാഞ്ചനെ, ഇവിടെ ആര് ജയിക്കുന്ന കാഞ്ചനയ്ക്ക് തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലോ സാർ, എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. സ്വയം പ്രഭയുടെ അഭിപ്രായം എന്താ? എനിക്കൊട്ടും അറിയില്ല. ഈ പ്രഹ്ലാദ് ഇതേപ്പറ്റി എന്തെങ്കിലും കാഞ്ചനോട് പറഞ്ഞോ? ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോ പ്രഹ്ലാദൻ ചേട്ടൻ ഒരു പേര് പറഞ്ഞു. ഞാൻ ആ പേരിന് നേരെ വോട്ട് കുത്തി, അത്ര തന്നെ. കൊള്ളാം, നന്നായിരിക്കുന്നു. ഭർത്താവ് പറയുന്നിടത്തൊക്കെ വോട്ട് ചെയ്യുന്നു. അതോടെ രാഷ്ട്രീയം തീർന്നല്ലോ. പിന്നെ മോഹനേഷ് സാറിന് അത് പറഞ്ഞാ മതി. പ്രഹ്ലാദേട്ടൻ പറയുന്നിടത്ത് വോട്ട് കുത്തിയില്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് ചെല്ലണ്ട. അക്കാര്യം മോഹനേഷ സാറ് സമ്മതിക്കാത്തതിന്റെ കാര്യം എന്തെന്നാണ് കാഞ്ചന സാറ് കരുതിയത്? സാറ് പറയുന്ന ആൾക്ക് എന്തായാലും വക്കീൽ വോട്ട് ചെയ്യില്ല. സാറ് പറഞ്ഞതിന്റെ പേരിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും. അത് വാസ്തവം. ഹലോ, അതെ. സഹദേവ, എന്തായി? ഓ, എത്ര ഭൂരിപക്ഷം? ഓ, രക്ഷപ്പെട്ടു. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. ഞാൻ ഇവിടെ വിളിക്കാം. കാഞ്ചനെ, സ്വയംപ്രഭേ, ഇപ്പൊ എങ്ങനെ ഉണ്ട്? എന്താ സാർ? ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് നിങ്ങൾ കരുതി. പക്ഷെ ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി തന്നെ ജയിച്ചു. അതാണ് കെ. മോഹനേശൻ. ഒറ്റ വോട്ടിനാണോ സാർ ജയിച്ചത്? അല്ല, 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ.
അപ്പൊ സാർ വോട്ട് ചെയ്തില്ലെങ്കിലും ജയിക്കുമായിരുന്നു. എന്റെ സാറേ, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ ആരെങ്കിലും ഒക്കെ ജയിക്കും. അതിനിത്ര സാർ ആഹ്ലാദിക്കുന്നത് എന്തിനാ? ഇതിനേക്കാൾ വലിയ എന്ത് ആഹ്ലാദമാണ് എനിക്കുണ്ടാകേണ്ടത്? ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിച്ചതിന്റെ ആഹ്ലാദം ഒരു വശത്ത്, എന്റെ സ്ഥാനാർത്ഥി തോൽക്കുമെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ച ചില അഹങ്കാരികളെ തോൽപ്പിച്ചതിന്റെ സന്തോഷം മറ്റൊരിടത്ത്. അതൊക്കെ ഉണ്ട് സ്വയംപ്രഭേ. ഇന്നത്തെ ദിവസം കെ മോഹനേഷിന് ആഹ്ലാദത്തിന്റെ ദിവസമാണ്. എന്റെ സ്ഥാനാർത്ഥി ജയിച്ചതിന്റെ സന്തോഷത്തിൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഓരോ ചായ വാങ്ങിത്തരും. അത് വിട്. മോഹനേഷ് സാർ അഹങ്കാരി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് മനസ്സിലായോ? വക്കീലിനെ, അല്ലാതെ ആരെയാ? അത് സാറിനെ കൊണ്ട് പറയിക്കാനല്ലേ ഞാനൊരു നമ്പർ ഇറക്കിയത്. അപ്പൊ ഇന്ന് വക്കീലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഭാമയുടെ കാര്യം ഇന്ന് ശരിയായി കൊടുക്കാം. മോഹനേഷനാണ് വെല്ലുവിളിക്കുന്നതെന്ന് അവൾ ഓർത്തില്ല. മോളെ ഭാമേ, മോഹനകൃഷ്ണൻ ആരാണെന്ന് നീ കരുതിയത്? ഫോൺ എടുക്കില്ലേ? മൊബൈലിൽ വിളിക്കാം. പരിധിക്ക് പുറത്തോ? ഫോൺ മാത്രം പരിധിക്ക് പുറത്തായാലൊന്നും നീ രക്ഷപ്പെടില്ല. ഇത്തവണ രക്ഷപ്പെടണമെങ്കിൽ നീ ഇന്ത്യക്ക് പുറത്തു പോണം. ഒന്ന് വൈകുന്നേരം ആയിക്കോട്ടെ മോളെ. സുധാകര, അറിഞ്ഞല്ലോ? അറിഞ്ഞു. ജയിച്ചാരാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു പുള്ളിക്കാരനെ ജയിക്കുമെന്ന്. അല്ലെങ്കിലും മോഹനേഷ് വോട്ട് ചെയ്ത സ്ഥാനം ജയിക്കാതിരിക്കുവോ? അപ്പൊ ശരി. സാബു, സംഭവമൊക്കെ അറിഞ്ഞല്ലോ? അറിഞ്ഞു സാർ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ജയിക്കുന്ന ആരാണെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ശരി. ശരി സാർ. എന്തായാലും ഭയങ്കര സംഭവമായി പോയി. ഇതാരാ വരുന്നത്? തോമസ് ഊട്ടിയല്ലേ? കൊണ്ടുവച്ചിട്ട് നമസ്കാരം സാറ്. എല്ലാം പോയില്ലേ? ഇത്തവണ ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി തോറ്റുപോയി. വോട്ട് ചെയ്യാൻ പോകുമ്പോഴും തോമസ് കുട്ടി കള്ളു കുടിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. തോമസ് കുട്ടിക്ക് ഇന്ന് എവിടുന്നാ കള്ളു കിട്ടിയത്? ഞാൻ പറഞ്ഞില്ലേ സാറേ, ഇത് കേരളമാ. കേരളത്തിൽ കുടിവെള്ളം കിട്ടാനോ റേഷൻ കിട്ടാനോ പാടുണ്ടാവും. പക്ഷേ കള്ള് കിട്ടാൻ ഒരു പാടുമില്ല സാറേ. കഷ്ടം. ഇലക്ഷനിൽ സ്വന്തം സ്ഥാനാർത്ഥി ജയിച്ചാലും കുടിക്കും, തോറ്റാലും കുടിക്കും. പക്ഷെ സാറേ, എന്റെ സ്ഥാനാർത്ഥി തോറ്റയിൽ എനിക്ക് വിഷമമില്ല. ആരെങ്കിലും ജയിക്കട്ടെ. ജയിക്കുന്നത് ആരായാലും ബാറ് തുറക്കണം. കുടിയന്മാരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് സാറേ. ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്.
ഒരിക്കലെങ്കിലും നീ തോൽക്കുന്ന എനിക്കത് കാണണമല്ലോ. അപ്പൊ എങ്ങനെ പെട്ടി തുറക്കല്ലേ? എന്തായാലും മിണ്ടാത്തത്? രാവിലെ ഈ വിദ്യ ഞാൻ പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞേനെ ജയിച്ച ആൾക്കാർ ഞാൻ നോട്ട് ചെയ്തതെന്ന്. അല്ല എന്നുള്ളതിന് എന്റെ കൈ തെളിവില്ലല്ലോ. രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ നീ പറഞ്ഞു ഇലക്ഷനിൽ സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന്. ഇപ്പൊ മനസ്സിലായോ മോഹനകൃഷ്ണന്റെ പ്രാർത്ഥനയുടെ ശക്തി? തുറക്കട്ടെ? ഇത് ഞാൻ എഴുതിയത്, കെ മോഹനകൃഷ്ണൻ എഴുതിയത്. മലയാളം വായിക്കാനൊക്കെ അറിയാലോ അല്ലേ? ഇത് നീ എഴുതിയത്. തുറക്കട്ടെ? തുറക്കാതെ പിന്നെ എന്ത് ചെയ്യും? ദേഷ്യപ്പെടല്ലേ? മലയാളം വായിക്കാനൊക്കെ അറിയാലോ അല്ലേ? എന്റെ സ്ഥാനാർത്ഥി തന്നെയാ ജയിച്ചത്. അപ്പൊ നമ്മള് ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് വോട്ട് ചെയ്തത്. അത് പിന്നെ അങ്ങനെയല്ലേ മോഹനേട്ട. വരൂ, നമ്മൾ എത്ര തർക്കിച്ചാലും വഴക്കുണ്ടാക്കിയാലും നമ്മൾ ചിന്തിക്കുന്നൊക്കെ ഒരുപോലെ ആയിരിക്കില്ലേ? ആയിരിക്കും അല്ലേ? എന്റെ ബിരിയാണി എപ്പോ കിട്ടും? അതിന് നീ ജയിച്ചില്ലല്ലോ. ഞാൻ ജയിച്ചു, മോഹനേട്ടൻ ജയിച്ചു. അങ്ങനെ നാട്ടിലെ എല്ലാവരും ജയിക്കുന്നതിനെയാണ് സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മോഹനകൃഷ്ണനും സത്യഭാമയുമാണ്. എത്ര വഴക്കുണ്ടാക്കിയാലും ഇവരുടെ മനസ്സ് ഒരിടത്താണ് എന്നതാണ് ഈ കഥ തെളിയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ ഏറ്റവും അന്തസ്സായി പൂർത്തിയാക്കിയതിന്റെ പേരിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യയിലെ പൗരന്മാർക്ക് അഭിവാദ്യങ്ങൾ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.